സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. റിസൾട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് ആർക്ക് ഗുണം? ആരാണ് പെരുപ്പിച്ച് കാണിക്കുന്നത്? അല്ല, അത് ശരി തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് SFIയും KSTAയും ഇതിനെ ആദ്യം എതിർത്തത്? അല്ല, അതെന്താണെന്ന് എനിക്ക് കോവിഡ് കാലഘട്ടത്തിൽ നിയമസഭയിൽ തന്നെ ഒരു സുഹൃത്ത് എണീറ്റ് പറഞ്ഞു, ഇത് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പോലും പരീക്ഷ എഴുതാതെ A+ കൊടുത്തു എന്ന് തമാശ രൂപേണ അങ്ങനെ പറഞ്ഞു. ജൂൺ 3 സ്കൂൾ തുറക്കും. ജൂൺ 3 സ്കൂൾ തുറക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ AI പഠനം കേരളത്തിൽ ആദ്യമായിട്ടാണ് തുറക്കുന്നത്. പാഠപുസ്തകം ഒന്നും വൈകിട്ടില്ല. എല്ലാവരും കൃത്യസമയത്തിന് എത്തിക്കുന്നതിനുണ്ട് കഴിഞ്ഞു. ഗവൺമെൻറ് സ്കൂളുകളിൽ പുതുതായി കെട്ടുന്ന പല സ്ഥലങ്ങളിൽ ലിഫ്റ്റുണ്ട്. ഇന്നത്തെയും നാളത്തെയും കാര്യം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാ വർഷവും പാഠപുസ്തകത്തിന് ഒരു റിവിഷൻ വേണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ഓണപരീക്ഷ എന്നുള്ള പേര് തന്നെ മാറ്റണമെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. പരീക്ഷയല്ല ആത്യന്തികമായ ഒരു വിദ്യാർത്ഥി ജീവിതമെന്ന് താത്വികമായി പറയാമെങ്കിൽ പോലും ദേശീയ അടിസ്ഥാനത്തിലും സർവ്വദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷയുടെ മുന്നേ ചെന്ന് ഇത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അപ്പോൾ ഗേറ്റിൻ്റെ പുറത്തേക്കാനേ പറ്റൂ. മലപ്പുറം ജില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ജില്ലയല്ലല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ ജില്ലയാണല്ലോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് CPM-നാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള കുട്ടികളോടും ഞങ്ങൾക്ക് അത്രമാത്രം കടപ്പാടുണ്ട്. പല കാരണങ്ങളാൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവരുടെ കാര്യത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യും? 3 റീജിയണലായിട്ട് ഒരു അദാലത്ത് ഈ കാര്യത്തിന് വേണ്ടി നടത്താൻ വേണ്ടി പോവുകയാണ്. ഈ അധ്യാപകരുടെ ശമ്പളം ഇല്ലായ്മ, അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണും. ജനകീയനും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരനുമായ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമസ്കാരം ശ്രീ V. ശിവൻകുട്ടി. നമസ്കാരം. അപ്പോൾ ജൂൺ 3 സ്കൂൾ തുറക്കും. ജൂൺ 3 സ്കൂൾ തുറക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലത്ത് കുറേ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സ്കൂളിൽ നടന്നിരുന്നുണ്ട്. കുറച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്താകെ ഉണ്ട്. പിന്നെ ജൂൺ മാസം 1 പറയുമ്പോൾ സാധാരണ മുൻപ് ജൂൺ മാസം 1 തുറക്കുന്നത്. ഇപ്രാവശ്യം അവധിയായതുകൊണ്ടാണല്ലോ നമ്മൾ മാറ്റിവെച്ചത്. എല്ലാ ജൂൺ 1 ഒരു മഴയുണ്ടല്ലോ. കുട്ടികളിപ്പോൾ അതൊരു മഴ, സ്കൂൾ തുറക്കുന്ന ദിവസം ഒരു മഴ നനഞ്ഞൊരു ശീലവും ഉണ്ട്. കാലവർഷ സമയത്താണ് സ്കൂൾ തുറക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് കൂടുതലാണ്. പിന്നെ എല്ലാ ജില്ലകളിലും ഒരു 5-ന് താഴെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ടോട്ടൽ വന്നിട്ടുള്ള ഒരു കണക്കെടുത്തപ്പോൾ. അത്തരം സ്കൂളുകൾ അത്തരം സ്കൂളുകൾ നമുക്ക് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാം. അതവർ അടുത്ത ദിവസങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ പിന്നെ നമുക്ക് അതീതമായിട്ടുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് അപ്പോൾ ആലോചിക്കാം എന്നുള്ള നിലയിലാണ്. അതെ. ഈ നവാഗത വിദ്യാർത്ഥികൾ ഈ വർഷം എത്രത്തോളം ഉണ്ടാവും ഏകദേശം? അതിൻ്റെ ഒരു കണക്ക് എടുപ്പ് 2 ദിവസത്തിനേ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്രവേശനോത്സവം നടത്തുന്ന സ്കൂളിൽ അവിടെ ഏതാണ്ട് 1ാം ക്ലാസ്സിലത്തേക്ക് 40 കുട്ടികൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രീ പ്രൈമറി ക്ലാസ്സിലും നല്ല നമ്പർ കുട്ടികൾ ഉണ്ട്. അപ്പോൾ ഏകദേശം പിന്നെ ഒരു ശരാശരി എല്ലാ സ്കൂളുകളിലും ഒരു ഡിവിഷനിലെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു കണക്കെടുപ്പ് 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് കിട്ടുന്നതിൻ്റെ കഴിയുള്ളൂ. ഇക്കുറി വലിയ മാറ്റമാണ്. പാഠപുസ്തകങ്ങളിൽ തന്നെ 173ഓളം പാഠപുസ്തകങ്ങൾ വരുന്നു. 7ാം ക്ലാസ്സിൽ AI പഠന വിഷയമാക്കുന്നു. 7ാം ക്ലാസ് മാത്രമല്ല, 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക് അവരുടെ നിലവാരത്തിൽ AI പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അതിന് ഉതകുന്ന നിലയിൽ കേരളത്തിലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള മുഴുവൻ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ നിലയിൽ ഒരു തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ AI പഠനം കേരളത്തിൽ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. കാരണം ഇപ്പോൾ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിന് നാനാ തുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ സാധാരണഗതിയിലുള്ള അക്കാഡമിക് പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ AIയുടെ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും അവർക്ക് ലഭിച്ചിരിക്കണമല്ലോ. അപ്പോൾ അധ്യാപകരെല്ലാം വളരെ സഹകരണമായിരുന്നു. അധ്യാപകർ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കത് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കുന്നത് ഈ സയൻസ് എക്സിബിഷനിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴാണ് അവരുടെ മിടുക്ക് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് പാരലായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ്സും അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഈ വർഷം ടൈം ടേബിൾ വരുന്നുണ്ട്. ഈ അധ്യാപകർ അതിനനുസരിച്ചുള്ള ഒരു പ്രാപ്തരായിട്ടുണ്ട്. അധ്യാപകരെ ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തു, അവർ പ്രാപ്തരാണ്.
അതിൽ വളരെ കുറച്ച് അധ്യാപകർ മാത്രമാണ് അതിനുള്ള ഒരു പെൻഷൻ ഒക്കെ പറ്റാറായ അധ്യാപകർ. അവരെ നമുക്ക് പഠിപ്പിച്ചാൽ പെട്ടെന്ന് അവർ പെൻഷൻ പറ്റി പോവുള്ളൂ. അപ്പോൾ പെൻഷൻ്റെ പ്രായം കൂടെ നോക്കിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതിൽ വേറൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന പുതിയ പാഠപുസ്തകത്തിൻ്റെ കാര്യം അങ്ങ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. അത് പുതിയ പാഠപുസ്തകം കൃത്യസമയത്ത് തന്നെ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. പാഠപുസ്തകം ഒന്നും വൈകിട്ടില്ല. എല്ലാവരും കൃത്യസമയത്തിന് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ പാഠപുസ്തകം എത്തിക്കഴിഞ്ഞു. എല്ലാ സ്കൂളുകളും എത്തിക്കഴിഞ്ഞു. പിന്നെ അതിൽ കുടുംബശ്രീ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ഈ KBPS പ്രസ്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്താൽ വിവിധ ഹബ്ബുകളിൽ കൊണ്ട് എത്തിക്കുന്നത് പ്രസ്സുകാർ തന്നെയാണ്. ആ ഹബ്ബിൽ നിന്ന് പാഠപുസ്തകം എടുത്ത് സ്കൂൾ സൊസൈറ്റികളിൽ എത്തിക്കുന്നത് കുടുംബശ്രീയാണ്. അപ്പോൾ അത് അവർ കൃത്യമായി നിർവഹിക്കുന്നു. സ്കൂളിൽ നിന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയാണ്. അതിൽ പിന്നെ ഇതിനോടൊപ്പം തന്നെ യൂണിഫോമും വിതരണം ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു 90% ആയിട്ടുള്ളൂ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അതും നോർമൽ 100%-ത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എയ്ഡഡ് മാനേജ്മെൻറ്റിൽ നമ്മൾ യൂണിഫോം അല്ല കൊടുക്കുന്നത്, കാശാണ് കൊടുക്കുന്നത്. കുടിശ്ശികയുണ്ട്. കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഉണ്ട്. പക്ഷേ ഇപ്പോൾ 30 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയും ഇപ്രാവശ്യത്തെ യൂണിഫോം വാങ്ങുന്നതിനുള്ള കാശും കൂടെ കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ ഫിറ്റ്നസ് പരിശോധന ഉണ്ടല്ലോ സ്കൂൾ വാഹനങ്ങളുടെ, അത് നടക്കുന്നുണ്ടോ? അത് കർശനമായി തന്നെ നടത്തണമെന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. ഫിറ്റ്നസ് പരിശോധന മാത്രമല്ല, ഈ ഡ്രൈവറായിട്ടും അതിനോട് കൂടെ പോകുന്ന കണ്ടക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുട്ടികളുടെ സഹായിയായിട്ട് ഉള്ള ഒരാളും കൂടെ ഉണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു PCC പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് ഉള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരോ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരോ വണ്ടി ഓടിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിൽ ഉള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ 2 മാസത്തെ അവധിയാണല്ലോ. പല സ്കൂളുകളുടെയും ബസ്സിൻ്റെ ടയറിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെയെല്ലാം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ബസ്സെല്ലാം തിരിച്ചയച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് അതെല്ലാം പരിഹരിച്ച് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങൾ നമുക്ക് 5000 കോടി രൂപയുടെ കെട്ടിടങ്ങളാണ് നമ്മളിപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അതെല്ലാം ഏറ്റവും ഗംഭീരമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. എല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഏതൊരു വിദ്യാലയത്തേക്കാൾ തല എടുപ്പുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഞ്ചമി സ്കൂൾ, അയ്യങ്കാളിയുടെ ഓർമ്മ നിലനിൽക്കുന്ന സ്കൂളാണ് പഞ്ചമി സ്കൂൾ. അവിടെ ഒരു 3 നില കെട്ടിടമാണ്. ഏറ്റവും മനോഹരമായ കെട്ടിടമാണ്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് വയനാട് ജില്ലയിൽ അവിടെ പാമ്പ് കടിയേറ്റൊരു കുട്ടി മരിച്ച ഓർമ്മ ഉണ്ടാവുന്നുണ്ട്. ആ സ്കൂൾ 5 കോടി രൂപ നമ്മൾ അനുവദിച്ചിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ ലിഫ്റ്റ് ഉണ്ട് ആ സ്കൂളിന്. അത് ശരി. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പുതുതായി കെട്ടുന്ന പല സ്ഥലങ്ങളിൽ ലിഫ്റ്റ് ഉണ്ട്. അതൊരു കാരണം തന്നെ നിരവധി കത്തുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികളുടെ കത്താണ്. മന്ത്രി അപ്പൂപ്പൻ എന്ന് പറഞ്ഞു. മന്ത്രി അപ്പൂപ്പൻ എന്നെല്ലാം പറഞ്ഞാണ് എഴുതുന്നത്. പിന്നെ അതേപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജ് വരുന്നുണ്ട്. ലിഫ്റ്റ് വയ്ക്കാൻ കാരണം എന്താണ്? കുട്ടികൾ പലരും കത്തെഴുതുന്ന ചിലവരെ ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ ഉള്ള ആ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈ പുസ്തകത്തിൻ്റെ വെയിറ്റ് തോളിലിട്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഫലമായി വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് നല്ല നട്ടലിൻ്റെ വേദനയാണ്. വീട്ടിൽ ചെന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു ന്യായമായ പരാതിയാണത്. അപ്പോൾ അത് പിന്നെ കുറച്ച് കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് അത് കുറച്ച് കൂടുതൽ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ലിഫ്റ്റിൻ്റെ പ്രൊവിഷനുകൾ കൊടുക്കണം എന്ന് മാത്രമല്ല, ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളുണ്ട്, ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അവർക്കും ഒരു സഹായമായിരിക്കും ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നശേഷി കുട്ടികളെയും നമ്മുടെ സാധാരണ കുട്ടികളെ പോലെ തന്നെ പരിഗണിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഭിന്നശേഷി ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള വിവിധതരം ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഏതാണ്ട് 240ഓളം വരുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. വളരെ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. നമുക്ക് കണ്ടാൽ വളരെ വിഷമം തോന്നും ആ മക്കളെ കണ്ടാൽ. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക പഠന ക്ലാസ് തന്നെ
ഇപ്പോൾ നടത്തി. സാധാരണഗതിയിൽ അവർ അങ്ങനെയൊന്നും ഒരു പരിഗണന കിട്ടാറില്ല. ഇപ്പം നമ്മൾ അവരവർ പരിഗണിച്ചു, അവരെല്ലാം വലിയ സന്തോഷത്തിലാണ്. തുല്യ പരിഗണന കൊടുത്ത് തന്നെ കൊണ്ടുപോയി. അവർക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതാണ് വലിയൊരു പ്രശ്നമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുട്ടികളെ ഒന്ന് കൈകാര്യം ചെയ്ത് ഒന്ന് അവരുടെ സന്തോഷിപ്പിച്ച് അവരെ നിർത്തിക്കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കും. അല്ല, കൊടുക്കേണ്ടതാണ്. നമ്മളൊരു സാമ്പത്തിക പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാണ്. എല്ലാ ചെറുപ്പക്കാരികളുമായിട്ടുള്ള കൂടുതൽ വനിതകളാണ്. കാരണം അവർ നമ്മൾ ചെന്ന് ഒരു അരമണിക്കൂർ നോക്കിക്കൊണ്ടിരുന്നാൽ അവർ ചെയ്യുന്ന ജോലിയെപ്പറ്റി നമുക്ക് മനസ്സിലാവും. പഠിപ്പിച്ചാൽ മാത്രം പോരല്ലേ, ഈ കുട്ടികളെ കരുതലോടെ നോക്കണമല്ലോ. ചില കുട്ടികൾ ഒരേ ബെഞ്ചിൽ കിടക്കുകയാണ്. ചില കുട്ടികൾ കുറച്ച് സ്മാർട്ട് കൂടുതലായിരിക്കും, അവൻ ഫൈറ്ററായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെല്ലാം നമുക്ക് പരാതി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു പരാതി വന്നു എൻ്റെ മൊബൈലിൽ. പരാതി എന്ന് പറഞ്ഞു വെച്ചാൽ അവൻ പെൺകുട്ടിയുടെ പരാതിയാണ്. +2 പാസ്സായ കുട്ടിയാണ്. അയാൾ പിന്നെ എറണാകുളം ജില്ലയിൽ ഉള്ള ഒരു കുട്ടിയാണ്. കുട്ടിയുടെ ആവശ്യം എന്ന് വെച്ചാൽ അവർക്കൊരു സൈക്കിളുണ്ടായിരുന്നു. ആ സൈക്കിള് മോഷണം പോയി. പോലീസിൽ പരാതി കൊടുത്തതിനൊക്കെ ഒരു അനക്കമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രസ് സെക്രട്ടറി രാജീവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞിരുന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മോളോടും സംസാരിച്ചു, പോലീസിനോടൊക്കെ സംസാരിച്ച് അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ ഒന്നും കിട്ടിയില്ല. എന്തായാലും 2-ാം തീയതി അന്ന് പിന്നെ അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു സൈക്കിൾ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വെച്ചിട്ട് അവിടെ പത്രസമ്മേളനമുണ്ട്. ആ സമയത്ത് തന്നെ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. കാരണം ആ കുട്ടി വളരെ ആശയോടുകൂടി വാങ്ങിച്ചു കൊടുത്തതാണ്. പരാതികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം നോക്കും. ഇതേപോലെ വരുന്ന പരാതികളെല്ലാം ശ്രദ്ധാപൂർവം നോക്കും. ഉദാഹരണം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സാഹിത്യകാരിയും വക്കീലും ഒക്കെ ആയിട്ടുള്ള ഒരു വനിത ഒരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ മകൻ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി അമ്മയും മകനുമായിട്ട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്നു. HM എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. HM വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. മോശമായിട്ട് പെരുമാറിയാൽ ഈ കുട്ടി ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി ഞങ്ങൾ ആര് നോക്കും, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കൂളിൽ അന്വേഷിക്കും. അവരുടെ ഹൃദയം തകർന്നുപോയി. അങ്ങനെ വിഷമമാണ്. കാരണം അവരങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളുള്ള അമ്മമാർക്ക് കുട്ടികളോട്ടുള്ള അഫെക്ഷൻ കുറച്ച് കൂടുതലാണ്. അവർ കരഞ്ഞു പിടിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മളത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പരാതിയായിട്ട് സ്വീകരിച്ചു. അപ്പോൾ തന്നെ ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഒരു വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. 2 ദിവസം തന്നെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പത്രങ്ങളിലും കൊടുത്തു. കാരണം മേലിൽ വേറെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ പഠനഭാരത്തിൻ്റെ കാര്യം, കുട്ടികളെ ലിഫ്റ്റിൽ കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ പഠനഭാരം കുറയ്ക്കാൻ നോക്കുന്നത്, അതേസമയത്ത് ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ ഭാരവും കുറയ്ക്കേണ്ടിയിരിക്കും. ഒരുപാട് പുസ്തകങ്ങളുമായിട്ടാണ് കുട്ടികൾ സ്കൂളിൽ. ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പരിഷ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഇത് നമ്മളിപ്പോൾ നടത്തിയ പരിഷ്കാരം 7 വർഷത്തിനിടയിൽ 7 വർഷത്തിന് ശേഷമാണ് നടത്തുന്നത്. ഹയർ സെക്കൻഡറിയുടെ ഇപ്പം നടത്താൻ വേണ്ടി പോകുന്നത് ഏതാണ്ട് അതൊരു 20 വർഷത്തിന് താഴെ ആണ് നടത്താൻ വേണ്ടി ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആലോചനയുള്ളത്, ഇപ്പം ലോകത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ മണിക്കൂറും പുതിയ സംഭവവികാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഏറ്റവും പഴഞ്ചൻ വിജ്ഞാനം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ. ഇന്നത്തെയും നാളത്തെയും കാര്യം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാ വർഷവും പാഠപുസ്തകത്തിന് ഒരു റിവിഷൻ വേണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. അങ്ങനെ എല്ലാ വർഷവും പാഠപുസ്തകത്തിന് റിവിഷൻ വരുമ്പോൾ പഴഞ്ചനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം, പുതിയ കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. അങ്ങനെ മെല്ലെ മെല്ലെ ഈ പാഠപുസ്തകത്തിൻ്റെ ഭാരവും നിർബന്ധമായിട്ട് കുറച്ചാലേ മതിയാകും. ഉള്ളടക്കം കുറച്ച് ആഴത്തിൽ ആക്കുകയും പരത്തി എഴുതുന്ന നിലപാടൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നിലയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ പരീക്ഷാ സമ്പ്രദായം മൊത്തത്തിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് SSLCക്ക് മാത്രമേ ഉള്ളൂ, അതോ മൊത്തത്തിലാണോ? അല്ല, അതായത് നമ്മളിപ്പോൾ 1 മുതൽ പ്രീ പ്രൈമറി ക്ലാസ്സിന് അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് സാധാരണ ഇല്ല. ഓരോ ടീച്ചർമാർക്ക് ഇഷ്ടം പോലെ അവർ പഠിപ്പിക്കുകയും ചെയ്തത്. ഇപ്രാവശ്യം പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് ഒരു ഗൈഡ് ലൈൻ ബുക്ക് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഈ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ
പൂർണ്ണമായി ശരിയായില്ലെങ്കിലും ഏതാണ്ട് 5000 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും അത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ചില സ്കൂളുകൾ നോക്കുമ്പോൾ നമ്മുടെ സ്കൂളുകൾ വലിയ പുരോഗതിയിലാണ് ചെന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരമാണ്. അക്കാഡമിക് നിലവാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ആൾ പ്രൊമോഷൻ സമ്പ്രദായം വന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആൾ പ്രൊമോഷൻ ആവശ്യമില്ല ഇനി എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആൾ പ്രൊമോഷൻ കൊണ്ടുവരാൻ തന്നെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കായിരുന്നു. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കെന്ന് പറഞ്ഞാൽ കേരളം വിട്ടുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ് തോറ്റാൽ പിന്നെ ആ കുട്ടി പഠിത്തം നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവന് പ്രൊമോഷനായത്. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളം ഒരു ജനകീയ വിദ്യാഭ്യാസ സമ്പ്രദായം 1957 മുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റൊരു സംസ്ഥാനത്തും ഇത്രമാത്രം രക്ഷകർത്താക്കളും നാട്ടുകാർ ഇടപെടുന്ന ഒരു രീതി ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിൽ നാട്ടുകാരും പിന്നെ അതുപോലെ തന്നെ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷനും സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റിയും എല്ലാം നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. അതെന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ മാത്രമല്ല, ക്ലാസ് റൂമിൽ മുൻപ് പഠിച്ച കുട്ടികളുടെ ഒരു കൂട്ടായ്മ, ഇപ്പോൾ 10ാം ക്ലാസ് എ കൂട്ടായ്മ, ബി കൂട്ടായ്മ, അതൊക്കെ അവർക്ക് ഈ കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ ഒരു മാനസികമായി ഒരു സെൻറ്റിമെൻ്റൽ ഉണ്ട് ഈ കാര്യത്തോടുകൂടി. അപ്പോൾ നമ്മുടെ അതെല്ലാം ഇടപെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ അക്കാഡമിക്കിൻ്റെ കാര്യം വരുന്ന അവസരത്തിൽ 3 പരീക്ഷയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ക്രിസ്മസ്, ഓണപ്പരീക്ഷ, ലാസ്റ്റ് പരീക്ഷ. അതും ഈ ക്രിസ്മസ് ഓണപ്പരീക്ഷ എന്നുള്ള പേര് തന്നെ മാറ്റണമെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അത് പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. പണ്ടുപോലെ നമ്മൾ പറഞ്ഞ് ശീലിച്ച ഒരു പരീക്ഷ ആയതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വേണ്ടെന്നാണോ അതോ പേര് മാറ്റണമെന്നോ? അല്ല, പേര് മാറ്റുന്ന ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഗൗരവമായിട്ടുള്ള ഒരു പരിശോധന വേണമല്ലോ. അവൻ്റെ വിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഠനത്തെ പറ്റിയും അവൻ്റെ നിലവാരത്തെ പറ്റിയും ഒരു പരിശോധന വേണമല്ലോ. അത് പൂർണ്ണമായി ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് പരീക്ഷ സമ്പ്രദായം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നാം ടൈം പരീക്ഷ, ഫസ്റ്റ് ടൈം പരീക്ഷ, ആ പരീക്ഷയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പരീക്ഷയിൽ പേപ്പർ നോക്കിയാൽ പരീക്ഷ അധിഷ്ഠിതം മാത്രമല്ല നമ്മളൊരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ, പിന്നെ അക്കാഡമിക് ഇതര വിഷയങ്ങളിലും അവൻ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കണം. എന്നാലും ഒരു പൂർണ്ണ സ്റ്റുഡൻ്റായി മാറുകയുള്ളൂ. എങ്കിലും അവൻ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമാണല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ പരിശോധിച്ച് ഓരോ കുട്ടിക്കും ഉള്ള മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ വിലയിരുത്തി, ക്ലാസ് ടീച്ചർ വിലയിരുത്തി, അതിന് മാർക്ക് കുറവുള്ള അല്ലെങ്കിൽ മോശമായി ഉള്ള പ്രകടനം നടത്തിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ അറ്റൻഷൻ കൊടുത്ത് കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിപ്പോൾ നടക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ടാണ് പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്താൻ. അത് പരീക്ഷാ രീതിയിൽ ഈ 1 മുതൽ 9 വരെ ഉള്ള പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തേണ്ട കാര്യം. SSLC മാത്രമേ ഉള്ളൂ. ഈ രീതിയിലും പരീക്ഷാ രീതിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമൊന്നും എടുക്കുന്നുണ്ട്. മറ്റ് നമ്മുടെ അയൽവക്ക സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷാ രീതിയെ സംബന്ധിച്ചിട്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയ ശേഷം ആത്യന്തികമായി നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 100% അക്കാഡമിക്കായിട്ട് അവൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എന്നുള്ള ഇതില്ല. അതിനെ ഉതകുന്ന രൂപത്തിലുള്ള രീതിയിൽ നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ടീച്ചറിന് വരും, അധ്യാപകർക്ക് വരും, ക്ലാസ് ടീച്ചറിന് വരും. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്നൊരു പ്രസംഗത്തിൽ പറഞ്ഞത്, ക്ലാസ് ടീച്ചറിന് ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, വ്യക്തിപരമായിട്ട് അറിഞ്ഞിരിക്കണം. കുട്ടി ആഹാരം കഴിച്ചിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത്, അവൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നുണ്ടോ, അവൻ ഹോംവർക്ക് ചെയ്ത് വന്നിട്ടുണ്ടോ. CM പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്നിരിക്കട്ടെ, സ്കൂളിലെത്തിയില്ല, നമ്മൾ അവൻ അന്വേഷിക്കണം, അവൻ്റെ വീട്ടിൽ അന്വേഷിക്കണം, സ്കൂളിലെത്തിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരു വളരെ ജാഗ്രത കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടാവണം. പഠിത്തത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു ജാഗ്രത നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രക്ഷകർത്താക്കൾ, നമ്മുടെയൊക്കെ രക്ഷകർത്താക്കളെ വിളിച്ചിട്ടുണ്ടല്ലോ സാർമാർ,
ഇപ്പം അത് നിന്നു. ഇപ്പം രക്ഷകർത്താക്കളെ വിളിക്കണം. രക്ഷകർത്താക്കളെ വിചാരിച്ചാലേ കുട്ടി രക്ഷപ്പെടുള്ളൂ. രക്ഷകർത്താവിനെ വിളിച്ച് കുട്ടിയുടെ ഇന്ന കുറവുകളുണ്ട് കുട്ടിക്ക്, നമുക്കത് കാണണം എന്നുള്ള ഇതിൽ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യം. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീവിയേഷനാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ അക്കാഡമിക് ലൈഫിലുള്ള ഒരു ഡീവിയേഷനാണ്, ഒരു വഴിത്തിരിവാണ്, ഒരു മാറ്റമാണ്. അതിലിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 20 മാർക്ക് ഒരു സാറിന് പിന്നെ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയുന്ന മാർക്കാണ് ഇന്റേണൽ അസസ്മെൻറ്റ്. ആ ഇന്റേണൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ പരീക്ഷ എഴുതും, താങ്കൾക്ക് 20 മാർക്കും അങ്ങ് ഞാൻ തരുന്നു. നമുക്ക് വരേണ്ടത് ഏതൊക്കെ വിഷയത്തിലാണ് അസസ്മെൻ്റ് നടത്തേണ്ടത്, അവൻ്റെ പ്രോജക്റ്റ് എങ്ങനെയാണ്, അവൻ്റെ ജനറൽ പെർഫോമൻസ് എങ്ങനെയാണ്, അവൻ്റെ അതർ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അവൻ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ അവൻ മിടുക്കനാണോ, ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് 20 മാർക്ക് ഡിവൈഡ് അവന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ വായന നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയുണ്ടോ, വായനയിൽ അവൻ മിടുക്കനാണോ, അതിൽ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു മാർക്ക് ലിസ്റ്റ് പോലെ തന്നെ അധ്യാപകൻ എഴുതി അവന് മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് പകരം മൊത്തത്തിൽ ഞാൻ കൊടുക്കുകയാണ് ഇപ്പം. അതിനിപ്പം കൊടുത്തെന്ന് വെച്ചാൽ 20 മാർക്ക് അങ്ങ് ഇടുകയാണ്. അത് വിജയ ശതമാനം കൂട്ടാൻ അത് ഇടവരുത്തും. അപ്പോൾ 20% കൊടുക്കുന്നു, 20 മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ 100-ൽ ചോദ്യപേപ്പർ, 100-ൽ ചോദ്യപേപ്പർ 20 മാർക്ക് ഇങ്ങനെ കൊടുക്കുന്നു. ബാക്കി 80-ന് ഉള്ള പരീക്ഷ എഴുതിയാൽ മതി. ആ 80-നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ 10 മാർക്കിൻ്റെ ഉത്തരവും കൂടെ എഴുതിയാൽ 20, 30 അവൻ ജയിച്ചു. 50 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണെങ്കിൽ 10 മാർക്ക് സാറിന് കൊടുക്കാം. 40 മാർക്കിൽ ഉത്തരം എഴുതിയാൽ മതി. 40 മാർക്കിൽ ഉത്തരം എഴുതിയാൽ 5 മാർക്കിൽ ഉത്തരം അവന് ശരിയായാൽ മതി, അവൻ ജയിച്ചു. ഇപ്പം നമ്മുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് 30% മിനിമം സബ്ജക്റ്റ് മാർക്ക് വേണം പ്രീ ഡിഗ്രിക്ക്. അത് തൽക്കാലത്തേക്ക് അത് പുനഃസ്ഥാപിക്കണം. CBSEക്കും SSLCക്ക് 10ാം ക്ലാസ്സിന് മിനിമം മാർക്ക് വേണം. അത് വേണം. അല്ല, SSLCക്ക് ഇപ്പോൾ ഇല്ല, മിനിമം മാർക്ക് ഇല്ല. SSLCക്ക് ഇല്ല, CBSEയിലേക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് ഉണ്ട്, മിനിമം മാർക്കുണ്ട്. അതുകൊണ്ടാണ് മിനിമം മാർക്ക് എന്നുള്ള വാദത്തിൽ മിനിസ്റ്റർ ഉറച്ചു നിന്നത്. അല്ല, മിനിമം മാർക്ക് എന്നുള്ള ഉറച്ചു നിന്നത് അതുകൊണ്ട് മാത്രമല്ല. ഇന്ത്യയിൽ നിന്നിപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട 10ഓളം വരുന്ന ആൾ ഇന്ത്യ പരീക്ഷ നടക്കുന്നുണ്ട്. ലോയ്ക്ക് പരീക്ഷ നടക്കുന്നുണ്ട്, മെഡിക്കലിന്, എഞ്ചിനീയറിങ്ങിന്, BEdന് നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 10ഓളം വരുന്ന പരീക്ഷകൾ നടക്കുന്നു. കൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലത്ത് എൻട്രൻസ് പരീക്ഷയാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ ഇത്രയും വലിയ പിന്നെ പ്രബുദ്ധതയൊക്കെ നമ്മൾ പറയുമ്പോൾ കേരളത്തിലുള്ള കുട്ടികൾ അവിടെ ചെന്ന് പരീക്ഷ എഴുതി അവൻ ജയിച്ച് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവൻ അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് വേണമല്ലോ, അക്കാഡമിക് നിലവാരം വേണമല്ലോ. അപ്പോൾ അത് ഇപ്പോഴത്തെ ശതമാനം വെച്ച് നോക്കിയാൽ വളരെ പുറകിലാണ്. ആ ശതമാനത്തിൽ നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതാണ് മിനിമം മാർക്ക് എന്ന് പറഞ്ഞത്. അതാണ് മിനിമം മാർക്കെങ്കിൽ അപ്പോൾ അത്രയെങ്കിലും പഠിക്കുമല്ലോ. ഇപ്പം അതല്ലെങ്കിൽ ഒരു 5 വർഷക്കാലം 10 വർഷക്കാലം കഴിഞ്ഞാൽ ആൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളുടെ വിജയ ശതമാനം വളരെ താഴെ കാണും. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന നിയമനങ്ങളിലും സ്ഥാനങ്ങളിലുമൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ കുട്ടികൾ കുറവായിരിക്കും. അങ്ങ് പണ്ട് SFIയുടെ നേതാവായിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്, SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. എന്തുകൊണ്ടാണ് SFIയും KSTAയും ഇതിനെ ആദ്യം എതിർത്തത്? അല്ല, അതെന്താണെന്ന് എനിക്ക് CM തന്നെ അതിനെ വിമർശിച്ചു, താങ്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പം നമ്മൾ തന്നെ എഡിറ്റോറിൽ എഴുതി പിന്തുണ പ്രഖ്യാപിച്ചു. T. പത്മനാഭൻ ഫോണിൽ വിളിച്ച് അത് ഉറച്ചിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരം കാര്യങ്ങളെ മുന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട KSTA ഇതിനെ എതിരായിട്ട് നിൽക്കുന്നു. അവർ നിലപാട് മാറ്റി എന്നൊക്കെ ഇന്ന് വാർത്തകളുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് അവർക്കൊരു സംശയം എന്നോട് ചോദിച്ചിട്ടില്ല, അവർ പറഞ്ഞ മാത്രമേ ഉള്ളൂ. സംശയം ഉള്ളതെന്ന് വെച്ചാൽ ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പിന്നെ റിസൾട്ടിനെ ഇത് ബാധിക്കും. പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം പട്ടികവർഗ ST വിദ്യാർത്ഥികളുടെ SSLCയുടെ റിസൾട്ട് ഇപ്പം നോക്കിയാൽ 99% വിജയമാണ് ഇപ്പോൾ. SC വിദ്യാർത്ഥികളുടെ അങ്ങനെ തന്നെയാണ്. ശരി, അങ്ങനെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ എല്ലാ രംഗത്തും അത്തരം പിന്നെ സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് കൊടുക്കേണ്ടി വരും, തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം SC വിഭാഗക്കാരുടെയും ST വിഭാഗക്കാരുടെയും പ്രശ്നം അറിഞ്ഞാത്ത ഗവൺമെൻറ്റാണോ ഈ ഗവൺമെൻറ്? ആ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ
അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്നുള്ളത് തോന്നുമല്ലോ. അതിനൊരു പോകുമ്പോഴേ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ തർക്കമല്ലല്ലോ. KSTA കാര്യത്തിൽ ചർച്ചകളൊന്നും നടത്തിയില്ല, ഇങ്ങോട്ട് മിനിസ്റ്റർ വന്ന് കാണുകയോ ഇല്ല, അങ്ങനെ ചർച്ച ചെയ്ത് നടത്തി. KSTA കുറിച്ച് അതേസമയം ഒരു ഇടതുപക്ഷ സംഘടനയാണെങ്കിൽ പോലും ഒരുപാട് ആക്ഷേപങ്ങൾ അധ്യാപകർക്കിടയിലുണ്ട്. അവരെ നേതാക്കളെ വണങ്ങിയില്ലെങ്കിൽ സ്ഥലമാറ്റം കിട്ടില്ല, അല്ലെ അവരുടെ നേതാക്കളുടെ ഈ പിരിവ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണോ ടെററിസ്റ്റ് അസോസിയേഷൻ ആണോ എന്ന് പോലും വിമർശന വിധേയമായി ചോദിക്കുന്നവരുണ്ട്. അതെൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇല്ല. SFI തന്നെ, SFI എന്തിനാ ഇങ്ങനെ ഒരു കാര്യത്തിൽ? നല്ല കാര്യമല്ലേ? ഇപ്പം CM മന്ത്രിയും പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ ദേശീയ പരീക്ഷയിൽ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ അവർക്ക് അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം അത് മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യമാണ് ഈ മിനിമം മാർക്ക്. എല്ലാവരും അതിനെ ഹാർദമായി സ്വാഗതം ചെയ്തേണ്ട കാര്യവുമാണ്. സകലവരും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ യോഗങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ ഇക്കാര്യം പറയുന്നുണ്ട്. എല്ലാവരും അവർ കൈയടിച്ച് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. കുട്ടികളെ വിചാരിക്കും എനിക്ക് 100 പിന്നെ 10 മാർക്കിന് എഴുതിയാൽ മതിയല്ലേ, അല്ലെ 50 മാർക്കിന് എനിക്ക് ഞാൻ 5 മാർക്ക് പഠിക്കത്തുള്ളൂ. അതേസമയത്ത് 10 മാർക്കിന് എന്ന് പറയുമ്പോൾ അവൻ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് നടത്തും. അപ്പോൾ ആ ഹാർഡ് വർക്കിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പരീക്ഷയല്ല ആത്യന്തികമായ ഒരു വിദ്യാർത്ഥി ജീവിതമെന്ന് താത്വികമായി പറയാമെങ്കിൽ പോലും ദേശീയ അടിസ്ഥാനത്തിലും സാർവദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷയുടെ മുന്നേ ചെന്ന് ഇത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്, അപ്പോൾ ഗേറ്റിൻ്റെ പുറത്തേക്കാനേ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പം മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ ഓപ്പൺ ബുക്ക് പരീക്ഷ, ബുക്ക് തുറന്നു വെച്ച് എഴുതാം. ഞാനൊരു തമാശയായിട്ട് ചോദിക്കുക, പണ്ട് ഇതിനെ കോപ്പി അടിയെന്നല്ലേ പറഞ്ഞിരുന്നു? അതാണ് പറഞ്ഞത്. വീട്ടിൽ കൊണ്ടുപോയി ചോദ്യം കൊണ്ടുപോയി എഴുതാം, അങ്ങനെ വകുപ്പുകളുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ലോകത്ത് പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നമ്മളിപ്പം അതൊന്നും നമ്മൾ പരീക്ഷിക്കുന്നില്ല. ഓപ്പൺ ബുക്ക് പരീക്ഷ അത് ഉണ്ടെന്നുള്ള ഓരോ ഒന്ന് അവതാരകൻ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതൊന്നും നമ്മളിപ്പോൾ ആലോചിച്ചിട്ടേ ഇല്ല. മറ്റൊരു കാര്യം, സ്കൂളുകളിലെ ഉച്ചഭക്ഷണം അതൊരു വലിയ പ്രതിസന്ധിയിലാണ്. പ്രധാന അധ്യാപകരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ട സ്ഥിതി വരുന്നു. അതിലെന്തെങ്കിലും സർക്കാർ ചെയ്യൂ? ശരിയാണ്, അതിന് ഇപ്പോൾ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് പിന്നെ 6 രൂപയും 8 രൂപയായി പെർ ഹെഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇനി തൊട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല. ഇത് മാത്രമല്ല, മുട്ടയ്ക്കും പാലിനും വേണ്ടി വേറെ പിന്നെ കാശും ബഡ്ജറ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്മാർട്ട് ക്ലാസ് റൂമുണ്ട്. നമ്മുടെ ഈ ഗവൺമെൻറ് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. അതേസമയം ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു, ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിലൊക്കെ എവിടെ വരെ എത്തി? 45,000 ക്ലാസ് റൂംസാണ് പിന്നെ സ്മാർട്ട് ക്ലാസ് റൂംസ് ഉള്ളത്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി എന്നെ വിളിപ്പിച്ചിരുന്നു, സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഈ പല സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടും ഒരു ഫങ്ഷനിങ് അല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏത് പുതിയ കാര്യം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പൊടിതെറ്റി ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അത് നമ്മളത് ജാഗ്രതയോടുകൂടി ഒരു ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ അതിൻ്റെ മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലൈബ്രറികൾ തുടങ്ങണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ ലൈബ്രറി ഉണ്ടാവും, പുസ്തക കുട്ടിലെടുത്തുകൊണ്ട് പോകും, എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ AI പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് കൊടുത്തോടുകൂടി സ്മാർട്ട് ക്ലാസ് റൂം കുറച്ചുകൂടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ IT സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെയും വൈസ് ചാൻസലറെയും ഞാനും ഒക്കെ ഇരുന്നുകൊണ്ട് ഒരു യോഗം ചേർന്ന് അതിൻ്റെ പോരായ്മകളും ഒക്കെ പരിഹാരം കാണും. ഫോൺ ഏതാണ്ട് ഇനിയിപ്പോൾ ഒരു എത്ര ശതമാനം എനിക്ക് കൃത്യം പറയാൻ വേണ്ടി കഴിയുന്നില്ല. ഈ ഒരു മാസം ഫോൺ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ നിർധനരായ കുട്ടികൾക്കുള്ള ലാപ്ടോപ്പാണ് പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കൂ. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് പിന്നെ ലാപ്ടോപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. കാര്യം വെച്ചാൽ നമ്മളൊരു ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും AI അധിഷ്ഠിത വിദ്യാഭ്യാസത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് കാണുമ്പോൾ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ഉപകരണം കയ്യിലില്ലെങ്കിൽ ഒരു കുട്ടിക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപകരണങ്ങൾ ശേഖരിച്ചതുപോലെ എല്ലാ സന്മനസ്സുള്ളവരുടെയും പറഞ്ഞാൽ അവരെല്ലാവരും സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. ഇത് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് പട്ടികവർഗ കോളനികളിലും പട്ടികജാതി കോളനികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആദ്യമായി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിട്ട്, അതായത് മുസ്ലിം ലീഗ് ഉയർത്തുന്നത് മലപ്പുറത്ത് +2 ആവശ്യമായ സീറ്റുകളില്ല. അവർ കഴിഞ്ഞ ദിവസം വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. മിനിസ്റ്റർ പറയുന്നത് അവരുടെ ആവശ്യത്തിനുള്ള സീറ്റുകളുണ്ട്, അതൊരു രാഷ്ട്രീയ വിവാദമാക്കുകയാണെന്ന്. എന്താണ് യാഥാർത്ഥ്യം? അതായത് ഞാൻ ഇന്നലെ CM-നുള്ള ചർച്ചയിലുണ്ടായിരുന്നു. അവിടെ ആകെ 80,250 സീറ്റുകളാണ് റെഗുലർ പഠനത്തിനായി മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. 80,250 സീറ്റുണ്ട്. ഇതിനു പുറമെ ഹയർ സെക്കൻഡറി പഠനത്തിനായി സർക്കാർ
കേരളയിലും ആവശ്യാനുസരണം സീറ്റ് ലഭ്യമാണ്. സ്കോൾ കേരളയിലും ലഭ്യമാണ്. ജില്ലയിൽ ഇപ്പോൾ ഉള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ടുള്ള അപേക്ഷ 74,805 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ആ അപേക്ഷകളിൽ ജില്ലയ്ക്ക് പുറത്തുള്ള അപേക്ഷ എന്ന് പറഞ്ഞത് 7,620 മുൻകാലങ്ങളിലെ പ്രവേശനത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം നോക്കിയാൽ പലപ്പോഴും അഡ്മിഷൻ കഴിയുമ്പോൾ സീറ്റുകൾ കഴിഞ്ഞ വർഷവും മിച്ചമുണ്ടായിരുന്നു, അതിൻ്റെ മുൻ വർഷം മിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള അവർ പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 21-22 അധ്യയന വർഷം ഇത് കണക്കാണല്ലോ, 5,446 സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു അഡ്മിഷൻ തീർന്നപ്പോൾ. 2022-23 4,300 സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. പിന്നെ അപ്പോൾ ഇവരുന്നയിക്കുന്ന വാദം ശരിയല്ലെന്നാണോ പറയുന്നത്? ശരിയല്ല, വാദം ശരിയല്ല. അത് വേറൊരു വാദം ഉള്ളത്, അതായത് എയ്ഡഡ് സ്കൂളുകൾക്ക് അധ്യാപക നിയമനം നടത്താൻ വേണ്ടിയാണ് ഈ ഒരു സമ്മർദ്ദം എന്നുള്ളൊരു ആക്ഷേപം മലപ്പുറത്തുണ്ട്. അത് ശരിയാണോ? അതായത് ഈ അവരുടെ തന്നെ സമ്മതിച്ചൊരു കാര്യമുണ്ട്, സീറ്റും അപേക്ഷയും തമ്മിൽ വ്യത്യാസമില്ല. ഇല്ല, നമ്മൾ ഈ +1 മാത്രമല്ലല്ലോ പഠിക്കുന്നത്, പോളിടെക്നിക്കിൻ്റെ കോഴ്സിനുണ്ട്, ITI കോഴ്സുണ്ട്, സ്കോൾ കേരളയിൽ ചേരുന്ന കുട്ടികൾ അവിടെ സയൻസും ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ അത്തരം വിവിധ കോഴ്സുകൾക്ക് പോകുന്ന ധാരാളം സയൻസ് ടെക്നിക്കൽ കോഴ്സുകളുണ്ടല്ലോ, ആശുപത്രി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോഴ്സുകളിൽ പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോൾ ഇത്രയും നമ്പർ ആവശ്യമില്ല. അവരുടെ ഒരു ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ എന്ന് പറഞ്ഞ പഞ്ചായത്തിലുള്ള ഒരു കുട്ടിക്ക് പിന്നെ ജയിച്ചു, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് മനസ്സിലുണ്ടാവും, ആ സബ്ജക്റ്റും കിട്ടണം, ആ കുട്ടി ആഗ്രഹിക്കുന്ന സ്ഥലത്തും അഡ്മിഷൻ കിട്ടണം. അത് ഇമ്പോസിബിളാണ്, അത് അത്ര എളുപ്പമല്ല. നമ്മൾ തന്നെ ഇപ്പോൾ പല ആൾക്കാരും വളരെ വിദൂരതയിൽ ചെന്ന് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞാൽ ഒരു ന്യായമുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 70 കുട്ടികളൊക്കെ ഉണ്ട് ശതമാനം കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് ഒരു ക്ലാസ്സിൻ്റെ വലിപ്പം അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമല്ലോ. അതിൽ പരിഹാരം കാണുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്, എങ്ങനെ പരിഹാരം കാണാം എന്ന് സംബന്ധിച്ച്. ലീഗ് ഉന്നയിക്കുന്ന പോലെ ഒരു പ്രശ്നമില്ല, ലീഗ് ഉന്നയിക്കുന്നില്ല പ്രശ്നമല്ല. അവർ അവസാനം പറഞ്ഞിട്ട് പോയതെന്ന് വെച്ചാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാം. നമുക്കങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് പരീക്ഷ ജയിച്ചവരെ മുഴുവൻ ആ പഞ്ചായത്തിലുള്ള സ്കൂളുകളിൽ അവനെ അഡ്മിറ്റ് ചെയ്യണം. ആ പഞ്ചായത്തിൽ സ്കൂളില്ലെങ്കിൽ ഒരു പുതിയ സ്കൂൾ അവിടെ തുടങ്ങണം, പിന്നെ അതല്ലെങ്കിൽ പുതിയ ബാച്ച് തുടങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമാണ്. പുതിയ ബാച്ച് എന്ന് പറഞ്ഞാൽ അഡീഷണൽ സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. ഈ ഏറ്റവും കൂടുതൽ 14 ബാച്ചുകൾ പുതുതായിട്ട് അവിടെ ആരംഭിച്ചു. 10%, 20%, 30% സീറ്റ് വർദ്ധിപ്പിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും ജയിച്ചതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കും ആ കാര്യത്തിൽ പിന്നെ താല്പര്യമുണ്ട്. മലപ്പുറം ജില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ജില്ലയല്ലല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ ജില്ലയാണല്ലോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് CPM-നാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള കുട്ടികളോട് ഞങ്ങൾക്ക് അത്രമാത്രം കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും 1 അലോട്ട്മെൻറ്റ് അവർ 1 അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 1 അലോട്ട്മെൻറ്റ്, 2 അലോട്ട്മെൻറ്റ്, 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ എൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ആ കാര്യം നമുക്ക് നിർവഹിക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ റിസൾട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് ആർക്ക് ഗുണം? ആരാണ് പെരുപ്പിച്ച് കാണിക്കുന്നത്? അല്ല, അത് ശരി തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അതിപ്പോൾ നമുക്ക് കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ടാണല്ലോ നമ്മൾ റിസൾട്ട് ഇടുന്നത്. ഈ പ്രൊമോഷൻ ഇപ്പം മോഡറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ആ ഗ്രേസ് മാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മാധ്യമങ്ങൾ തന്നെ എഴുതും 5% റിസൾട്ട് പിന്നെ കുറവാണെങ്കിൽ ഇതാ ഈ പരീക്ഷയ്ക്ക് റിസൾട്ടിൻ്റെ ശതമാനം താഴ്ന്നുപോയി, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പിടിപ്പുകേടാണെന്ന് എഴുതും. അപ്പം അത് കഴിഞ്ഞ കുറേ നാളുകൾ അങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് 100% ആണെങ്കിൽ പെരുപ്പിച്ച് കാണിച്ചെന്നോ? 100% ആണെങ്കിൽ പെരുപ്പിച്ച് കാണിച്ചു, പിന്നെ നിലവാരമില്ലാത്ത റിസൾട്ടായിപ്പോയി എന്ന് പറയും. മുമ്പാണെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ നിയമസഭയിൽ തന്നെ ഒരു സുഹൃത്ത് എണീറ്റ് പറഞ്ഞു, ഇത് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പോലും പരീക്ഷ എഴുതാതെ A+ കൊടുത്തു എന്ന് തമാശ രൂപേണ അങ്ങനെ പറഞ്ഞു. നമുക്ക് ഇപ്പം ഒക്കെ വന്നിരിക്കുന്ന A+ എത്ര നമ്പറാണ് വന്നിരിക്കുന്നത്? നമുക്ക് കുറച്ചും കൂടെ ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതിലുറച്ചു നിൽക്കും. അക്കാഡമിക് നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. മിനിസ്റ്റർ അതെനിക്ക് തോന്നുന്നു മിനിസ്റ്ററുടെ ഒരു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് നൽകുന്ന ഒരു വലിയ സംഭാവന തന്നെ ആയിരിക്കും അത്. എൻ്റെ നിലപാടല്ല, ഇടതു മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ
അദ്ദേഹം 2 യോഗം വിളിച്ചു. 2 യോഗം വിളിച്ചിട്ട് ഏതാണ്ട് 2 മണിക്കൂർ നേരം അദ്ദേഹം സ്പെൻഡ് ചെയ്തു. ഒരു ക്ലാസ് റൂമിലെ ഉറുമ്പ് കൂടുവയ്ക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അത്രയും പിന്നെ മൈന്യൂട്ടായിട്ട് ക്ലാസ് എടുത്തൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പിന്നെ നന്നായി തന്നെ സ്റ്റഡിയിലാണ്, നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴെപ്പോഴും വിളിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അദ്ദേഹം. ഇന്നലെ തന്നെ പാഠപുസ്തക വിതരണത്തിന് അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലവനെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതാണ്ട് 47 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 1,92,000 അധ്യാപകരുള്ള ഇതിനോട് വളരെ കൂറും എല്ലാ താല്പര്യവും കാണിക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വകുപ്പും വളരെ കാര്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ധനകാര്യ വകുപ്പ് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിലായി പല കാരണങ്ങളാൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവരുടെ കാര്യത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യും? മുഖ്യമന്ത്രി പറഞ്ഞു, അതായത് ഈ എയ്ഡഡ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു നമ്പർ 13,000-ഓളം വരുന്ന അധ്യാപകർ, 13,000 എന്നാണ് ഞാൻ എടുത്ത കണക്ക് കിട്ടിയിട്ടുള്ളത്, ശമ്പളമില്ല. ആ ശമ്പളം എന്ന് വെച്ചാൽ ഒരു മാസത്തെ ശമ്പളമില്ല, ഒരു വർഷം മുതൽ 10 വർഷം വരെ ശമ്പളമില്ലാതെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥ. മാനേജ്മെൻറ്റ് മനഃപൂർവ്വം കൊടുക്കേണ്ട പ്രോപ്പർ രേഖകൾ കൊടുക്കാത്തതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് അപ്രൂവൽ കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലെ DO-മാർ ആണല്ലോ ഇത് കൊടുക്കേണ്ടത്. അവർ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞിട്ട് 1 വർഷക്കാലം കഴിഞ്ഞിട്ട് പോലും ഫയലെടുത്ത് നോക്കാത്ത DO-മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ഞാനൊരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് DO-മാരെ പറഞ്ഞ് ഒരു 3 ആഴ്ചയ്ക്ക് എല്ലാ ഫയലും ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ള എല്ലാ ഫയലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 3 റീജിയണലായിട്ട് ഒരു അദാലത്ത് ഈ കാര്യത്തിന് വേണ്ടി നടത്താൻ വേണ്ടി പോവുകയാണ്. അധ്യാപകരുടെ മുഖ്യമായിട്ട് ഈ ഡിഫറൻ്റ്ലി ഏബിളുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള സംവരണമാണല്ലോ പ്രശ്നമായിട്ടുള്ളത്. അതാണ് മുഖ്യമായിട്ടുള്ളത്. ആ വിഷയത്തിലാണ് സംശയങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുത്തുള്ള ഉദ്യോഗസ്ഥ സെക്രട്ടറിയും 3 ജില്ലകളിലായിട്ടാണോ അതോ 3 റീജിയനായിട്ട് നടത്താൻ വേണ്ടി, കൊച്ചി, കോഴിക്കോട് അങ്ങനെ ആ നിലയിൽ ഡിവൈഡ് ചെയ്ത് നടത്താൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണും. എന്ന് മാത്രമല്ല, 32,000 അധ്യാപകരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ച ഏക സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനമാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്ന ഒരു വാർത്തയുണ്ട്. താൽക്കാലികമായിട്ട് നിയമിക്കുന്നത് PSC ലിസ്റ്റിലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയല്ല. അതിലിപ്പോൾ PSC ലിസ്റ്റ് നമുക്ക് അത് റൊട്ടേഷൻ അനുസരിച്ചും സീനിയാരിറ്റി അനുസരിച്ചല്ലേ കിട്ടുള്ളൂ. ഇതിപ്പോൾ വേക്കൻസി ക്രിയേറ്റ് ചെയ്യാത്ത പോസ്റ്റിലത്തേക്കാണ്. ചില സബ്ജക്റ്റുകൾക്ക് വേണ്ടി വരുമല്ലോ. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എഴുതിയാൽ കിട്ടില്ല, പിന്നെ PSC കിട്ടില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് പരസ്യം ചെയ്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിപ്പോൾ ഒരു ഡയറക്ഷൻ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്, പരസ്യം ചെയ്ത് എടുക്കുന്നതിന് മുൻഗണന കൊടുക്കേണ്ടത് ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം. ഈ താൽക്കാലികക്കാരുടെ എടുക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം. ഇത് 2 സ്ഥലത്തും ഇല്ലാത്തവർക്ക് മാത്രമേ പുറത്തുനിന്ന് ആളിനെ എടുക്കാൻ വേണ്ടി പറ്റും. 1 വർഷത്തിൽ കൂടുതൽ അവർക്ക് നിയമനം ഇങ്ങനെ താൽക്കാലികമായിട്ട് കൊടുക്കുമോ? അതോ 1 വർഷം എന്ന് പറയുന്നത് പ്ലസ് 1 ക്ലാസ്സിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ 1 വർഷം കൂടെ കൊടുക്കേണ്ടി വരുമല്ലോ. അതൊരു പിൻവാതിൽ നിയമനമായിട്ടുള്ള ആക്ഷേപം ഉണ്ടാവില്ല? ഇല്ല, ആർക്കും അല്ലല്ലോ, നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എടുക്കുന്നതാണല്ലോ. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ കുട്ടികളോട് എന്താ പറയാനുള്ളത്? കുട്ടികളോട് പറയുക, ഒരു പിന്നെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടിയും അതുപോലെ ആവേശത്തോടു കൂടിയും പിന്നെ പഠിക്കുകയും പാഠ്യേതര വിഷയങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ അച്ചടക്കം പാലിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നല്ല കുറേ വിഷയങ്ങളുണ്ട്, സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമുണ്ട്. അത് ശുചീകരണം, അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. ഈ 2 മുദ്രാവാക്യവും ഈ വർഷം വിദ്യാലയങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത്തരം കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തിട്ടൊരു തൻ്റെ സ്കൂൾ ഒരു മാതൃകാ സ്കൂളാക്കി മാറ്റുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കൊരു പങ്കുണ്ട്, അധ്യാപകർക്കൊരു പങ്കുണ്ട്. അങ്ങനെയാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയുമുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ഗവൺമെൻറ് ഇടപെട്ട് കാര്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ, അത് ലഹരിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കലാലയങ്ങളെ, പ്രത്യേകിച്ച് സ്കൂളിലടക്കം പിന്നെ കോളേജുണ്ട്, ഈ ലഹരി മാഫിയ വലിയ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നേരിടും? വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനുള്ള പ്രത്യേക യോഗങ്ങൾ 2-3 കഴിഞ്ഞു. പിന്നെ ജില്ലാ ലെവലിലുള്ള യോഗങ്ങൾ കഴിഞ്ഞു. പിന്നെ പോലീസും എക്സൈസും
ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലഹരി പദാർത്ഥങ്ങളൊന്നും അതായത് സിഗരറ്റ് അടക്കം സ്കൂളിൻ്റെ പരിസരത്ത് വിൽപ്പന പാടില്ല എന്ന നിലയിലുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ SFIക്കൊക്കെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ കുറെ കൂടെ ഇടപെടൽ നടത്താൻ പറ്റും. ആ രീതിയിലൊരു ഇടപെടലുണ്ടോ ഇപ്പോൾ? ഉണ്ട്. SFIക്കാരും DYFIക്കാരും CITക്കാരും ഒക്കെ ഇടപെടുന്നുണ്ട്. എന്ന് മാത്രമല്ല അവർ മാത്രമല്ല, ഞാനൊരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ട്രേഡ് യൂണിയൻസിൻ്റെ എല്ലാ ട്രേഡ് യൂണിയൻസിൻ്റെയും വർഗ്ഗഭോജന സംഘടനകളുടെ എല്ലാവരുടെയും യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവരെല്ലാവരും SFIയും KICയും INTCയും AISFും AITC അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യത്തിനെ സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നത് നിയമം കൊണ്ട് മാത്രം ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ പൊതുജനങ്ങളും കൂടെ രംഗത്തിറങ്ങിയാൽ മാത്രമേ ഇത് മാറ്റുന്നതിന് വേണ്ടി കഴിയുള്ളൂ. കുട്ടികളെല്ലാം കാരിയേഴ്സായിട്ടാണ് ഇത് കാണുന്നത്. അവനൊരു 1000 രൂപ കരിയറായിട്ട് ആദ്യം ഇത് കൊടുത്ത് കീഴടക്കിയിട്ട് കരിയറാക്കി 2000 3000 കൊടുത്ത് തന്നെ പോകണം. അപ്പോൾ അത് ഷാഡോ പോലീസിനെയും പിന്നെ ഇതിൻ്റെ ചുമതലയ്ക്ക് ഒരു അധ്യാപകനെ രഹസ്യമായിട്ട് ചുമതലപ്പെടുത്തുവാനും പ്രത്യേകിച്ച് ഇത് ബാത്റൂമുകളിലും പിന്നെ അതുപോലുള്ള രഹസ്യ സ്ഥലങ്ങളുണ്ടല്ലോ, ഒറ്റപ്പെട്ട സ്ഥലം, കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ വെച്ചാണ് ഇതിൻ്റെ കൈമാറ്റവും ഉപയോഗവും നടക്കുന്നത്. അത് പിന്നെ ഗേൾസ് സ്കൂളിൽ ടീച്ചർമാരെയും ബോയ്സ് സ്കൂളിൽ അധ്യാപകരെയൊക്കെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടു കൂടി അത് വീക്ഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അധ്യയന വർഷമായിട്ട് വിദ്യാഭ്യാസ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടട്ടെ. എല്ലാ ആശംസയും. നമസ്കാരം.